സഹോദരിമാരുടെ കുഞ്ഞുങ്ങൾ വിശന്ന് കരയുന്നത് കണ്ട് സഹിക്കാനാവാതെ ഒരു മഴക്കാല രാത്രിയിൽ പുറത്തിറങ്ങി നടന്നതായിരുന്നു ജീൻ വാൾജീൻ. വിശപ്പ് സഹിക്കാനാവാതെ വന്നാൽ മനുഷ്യൻ എന്തും ചെയ്യും. റൊട്ടിക്കടയുടെ ചില്ലലമാര പൊട്ടിച്ച് ഒരു കഷ്ണം റൊട്ടി ജീൻ വാൾജീൻ മോഷ്ടിച്ചത് അങ്ങനെയാണ്. അതുമായി വീട്ടിലേക്ക് ഓടാൻ തുടങ്ങുമ്പോൾ കടക്കാരൻ ജീൻ വാൾജീനെ കയ്യോടെ പിടികൂടി പോലീസിനെ ഏൽപ്പിച്ചു. പോലീസ് അയാളെ ജയിലിലിട്ടു. വിശന്ന് കരയുന്ന കുഞ്ഞുമക്കളുടെ മുഖം ജീൻ വാൾജീന്റെ ഉറക്കം കെടുത്തി. അങ്ങനെ അയാൾ അവിടെ നിന്നും ജയിൽ ചാടി. പോലീസ് വീണ്ടും അയാളെ പിടിച്ചു. 2 മാസത്തെ ജയിൽ ശിക്ഷ. അങ്ങനെ വീണ്ടും അയാൾ ജയിൽ ചാടി. അങ്ങനെ അത് തുടർന്നു. ആ ശിക്ഷ അങ്ങനെ 19 വർഷത്തോളം നീണ്ടു. അവസാനം ജയിലിൽ നിന്നിറങ്ങിയ ജീൻ വാൾജീൻ എല്ലായിടത്തു നിന്നും ആട്ടി അകറ്റപ്പെട്ടു. ഒരു രാത്രിയിൽ അകലെ കണ്ട ഒരു ബംഗ്ലാവിനരികിലേക്ക് അവൻ നടന്നു. വാതിലിൽ മുട്ടി. സഹോദര, വാതിൽ ചാരിയിട്ടേയുള്ളൂ, കടന്നു വരൂ. അവിടുത്തെ ബിഷപ്പായിരുന്നു അത്. അദ്ദേഹം പറഞ്ഞു, സഹോദര, നിനക്ക് വിശക്കുന്നില്ലേ? നമുക്കൊരുമിച്ച് ഭക്ഷണം കഴിക്കാം. വെള്ളിക്കാലുള്ള മെഴുകുതിരിയുടെ പ്രകാശത്തിൽ വെള്ളിപ്പാത്രങ്ങൾ മേശപ്പുറത്ത് തിളങ്ങി. ജീൻ വാൾജീൻ തനിക്ക് തന്ന ഭക്ഷണം ആർത്തിയോടെ കഴിച്ചു. അതിനുശേഷം ബിഷപ്പ് അയാൾക്ക് ഉറങ്ങാൻ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. 19 വർഷങ്ങൾക്ക് ശേഷം ജീൻ വാൾജീൻ ഒരു കിടക്കയിൽ സുഖമായി കിടന്നുറങ്ങി. പക്ഷേ പള്ളിമണി 3 അടിച്ചപ്പോൾ അയാൾ ഉണർന്നു. താൻ സുഖമായി ഉറങ്ങുമ്പോഴും തൻ്റെ സഹോദരിമാരും കുഞ്ഞുങ്ങളും എന്ത് ചെയ്യുമായിരിക്കുമെന്ന ചിന്ത അയാളെ അസ്വസ്ഥനാക്കി. അയാൾ പതിയെ എഴുന്നേറ്റ് മേശപ്പുറത്തുണ്ടായിരുന്ന ആ വെള്ളിപ്പാത്രങ്ങൾ ഭാണ്ഡത്തിലാക്കി ഓടി. കഷ്ടമെന്ന് പറയട്ടെ, അയാൾ വീണ്ടും പിടിക്കപ്പെട്ടു. പോലീസ് അയാളെ ബിഷപ്പിന് മുന്നിൽ എത്തിച്ചു. ബിഷപ്പ് ജീൻ വാൾജീനോട് ചോദിച്ചു, സഹോദര, നീ മടങ്ങി വരാൻ ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. നിനക്ക് ഞാൻ തന്ന വെള്ളിപ്പാത്രങ്ങളോടൊപ്പം ആ മെഴുകുതിരിയുടെ വെള്ളിക്കാലുകളും തന്നതാണല്ലോ, അതെന്തേ നീ കൊണ്ടുപോകാത്തത്? കേട്ട് പോലീസ് അവനെ വെറുതെ വിട്ടു. എന്നിട്ടവർ മടങ്ങിപ്പോയി. കുറ്റബോധം കൊണ്ട് ജീൻ വാൾജീൻ ബിഷപ്പിന്റെ കാൽക്കൽ വീണ് മാപ്പ് പറഞ്ഞു കരഞ്ഞു. ബിഷപ്പിന്റെ സ്നേഹപൂർവമായ ആ ഇടപെടൽ അവനെ ഒരു നന്മയുള്ള മനുഷ്യനാക്കി തീർത്തു. ഒടുവിലവൻ ആ നഗരത്തിന്റെ മേയറായി തീർന്നു. ഇത് വിക്ടർ ഹ്യൂഗോയുടെ ലെസ് മിസറബിൾ എന്ന നോവലിൽ നിന്നെടുത്തിട്ടുള്ള ഒരു കഥയാണ്. വിശപ്പ് കൊണ്ട് ഭക്ഷണം മോഷ്ടിച്ച മധുവിനെ ആരും മറന്നുപോയിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. ഒന്ന് ക്ഷമിച്ചാൽ, ഒന്ന് കേൾക്കാൻ തയ്യാറായാൽ ഒരു വ്യക്തിയുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ നമുക്ക് സാധിച്ചേക്കാം.